പട്ടാപ്പകൽ നടന്ന അരും കൊലപാതകം. സിനിമയിലും കഥകളിലും കൊഴുപ്പിച്ചു കാണിക്കാൻ പറയാറുള്ളത് പോലെ പറയുന്നതല്ല ഇത്. കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ 11 നട്ടുച്ചയ്ക്ക് 2:30 മണിക്ക് ഒരു കൂട്ടം ഗുണ്ടകൾ 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിൻ്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു. ആ യുവാവിനെ തൻ്റെ ബന്ധുക്കളുടെ കൺമുന്നിൽ വെച്ച് നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തുന്നു. പക്ഷേ ഇതുകൊണ്ട് തീർന്നു എന്ന് ധരിച്ചവർക്ക് തെറ്റി. ഗുണ്ടാസംഘത്തിലെ പലരും മാറി മാറി വെട്ടി. ചോരയിൽ കുളിച്ചു കിടന്ന ആ യുവാവിൻ്റെ കാൽ കൂടി അവർ മുറിച്ചെടുത്തു. ശേഷം നഗരത്തിലൂടെ ആ രക്തമിറ്റുന്ന കാൽ ഉയർത്തിപ്പിടിച്ച് ആഹ്ലാദ പ്രകടനം. ഹൃദയത്തിൽ മനുഷ്യപ്പറ്റിൻ്റെ ഒരംശമെങ്കിലുമുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ എന്നല്ല ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീകരവും ഞെട്ടിക്കുന്നതുമായിരുന്നു ആ ദാരുണമായ കൊലപാതകം. ആ ആഹ്ലാദ പ്രകടനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പലർക്കും ഓർമ്മയുണ്ടായിരിക്കും. വളരെ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ട ആ യുവാവിൻ്റെ പേര് സുധീഷ് എന്നായിരുന്നു. അതെ, തിരുവനന്തപുരം പോത്തൻകോട്ടെ സുധീഷ് എന്ന ചെറുപ്പക്കാരൻ്റെ ക്രൂരമായ കൊലപാതകത്തെ, ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സ്വാഗതം ക്രൈം നമ്പറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. തിരുവനന്തപുരം ഊരുകുളം സ്വദേശിയായ ലക്ഷംവീട് കോളനിയിലെ സുധീഷ് ഒളിവിൽ താമസിച്ചിരുന്ന പോത്തൻകോട് കല്ലൂരിലെ ബന്ധുവീട്ടിലേക്ക് 2021 ഡിസംബർ 11 ആ ഗുണ്ടാസംഘം എത്തുന്നത്. ആ ഗുണ്ടാസംഘത്തിലെ പ്രധാനിയും ഒരു സുധീഷായിരുന്നു. മങ്കാട്ടുമൂല ഉണ്ണി എന്നറിയപ്പെടുന്ന സുധീഷ്. ഈ വീട്ടിലേക്ക് അവർ ഇരച്ചു കയറി വന്നതിന് മറ്റൊരു കാരണമുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ണിയുടെ സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അമ്മയ്ക്ക് നേരെ പടക്കമെറിയുകയും ചെയ്തിരുന്നു സുധീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഇതിനുശേഷമാണ് സുധീഷ് കല്ലൂർ പാണൻവിളയിലെ തൻ്റെ ബന്ധുവായ സജീവിന്റെ വീട്ടിലേക്ക് ഒളിവിൽ താമസിക്കാൻ എത്തുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള സുധീഷിന് തനിക്ക് തിരിച്ചുള്ള പണി എവിടെ നിന്നെങ്കിലും വരുമെന്ന് അന്നു തന്നെ അറിയാമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായി ഒളിവ് ജീവിതത്തിൽ വലിയ കരുതലും എടുത്തിരുന്നു സുധീഷ്. പക്ഷേ അയാൾ തൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ചതിക്കപ്പെട്ടു. ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ സഹിതം കൃത്യവിവരം ബന്ധുക്കളിൽ ഒരാൾ ഉണ്ണിയുടെ ഗുണ്ടാസംഘത്തിന് കൈമാറി. തൻ്റെ ഇരയെ കണ്ടാൽ കടിച്ചു കീറാൻ ചീറിപ്പായുന്ന വേട്ടമൃഗത്തെ പോലെ സുധീഷിൻ്റെ ഒളിത്താവളം അറിഞ്ഞ ഗുണ്ടാസംഘം ആ പാണൻവിളയിലെ വീട്ടിലേക്ക് ഇരച്ചെത്തി. ഓട്ടോറിക്ഷയിലും 2 ബൈക്കുകളിലുമായി 11 പേരുണ്ടായിരുന്നു ഉണ്ണിയുടെ ആ വേട്ട സംഘത്തിൽ. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം അവിടെ ഉയർന്ന നിലവിളികളും ബഹളം വെക്കലുകളും പരിഗണിച്ചതേയില്ല. അവരുടെ ലക്ഷ്യം ആ വീട്ടിലെ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന സുധീഷ് മാത്രമായിരുന്നു. അയാൾ ഒളിച്ചിരിക്കുന്ന മുറി സ്പോട്ട് ചെയ്ത ഗുണ്ടാസംഘം പലതവണ തട്ടിവിളിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയത്താൽ സുധീഷ് ആ മുറി തുറന്നതേയില്ല. പകയും വൈരാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന ആ ഗുണ്ടാസംഘം ആ മുറിയുടെ വാതിൽ വെട്ടിപ്പൊളിച്ചു. അകത്തൊളിച്ചിരിക്കുകയായിരുന്ന സുധീഷിനെ വലിച്ച് പിടിച്ചിറക്കി പുറത്തേക്കിട്ടു. കയ്യിലുണ്ടായിരുന്ന വടിവാളും മഴുവും അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും തുരുതുരാ വെട്ടി. സുധീഷിന്റെ കരച്ചിലും നിലവിളിയും ഉയർന്നു. അവിടം ആകെ രക്തക്കളമായി. ബന്ധുക്കളും അവരുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ അടക്കമുള്ളവരും അലറി വിളിക്കുന്നുണ്ടെങ്കിലും ആ ഗുണ്ടാസംഘത്തെ തടുക്കാനോ അതിലിടപെടാനോ ആർക്കും അന്നേരം ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന സുധീഷിന്റെ ശബ്ദം നേർത്തു വരുന്നത് വരെ, ശരീരം ചലനമറ്റ് എന്ന് തോന്നുന്നത് വരെ ആ ഗുണ്ടാസംഘം വെട്ടും കുത്തും തുടർന്നു. ഇത്രയുമായിട്ടും പക തീർന്നിട്ടില്ലെന്ന വണ്ണം ഉണ്ണിയാകട്ടെ സുധീഷിന്റെ വലതുകാൽ മുട്ടിന് താഴെ മഴ ഉപയോഗിച്ച് വെട്ടിമുറിച്ച് കയ്യിലെടുത്തു. എന്നിട്ടും ആ ക്രൂര കൊലയാളി സംഘത്തിന്റെ പക തീർന്നില്ല. വെട്ടിയെടുത്ത കാൽ ഉയർത്തിപ്പിടിച്ച് ആർത്തു വിളിച്ചും അതുമായി നൃത്തം ചവിട്ടിയും ആരെയും ഞെട്ടിക്കുന്ന ആഹ്ലാദ പ്രകടനം. തൻ്റെ ഇരയെ നിഷ്പ്രയാസം കീഴടക്കുകയും അതിനുമേൽ തൻ്റെ മുഴുവൻ കരുത്തും തെളിയിക്കാൻ കഴിഞ്ഞു എന്നുമുള്ള അഹംഭാവത്തിൽ ആഹ്ലാദിക്കുന്ന വേട്ടമൃഗത്തിൻ്റെ അതേ ഭാവമായിരുന്നു ആ കൊലയാളിയുടെയും അയാളുടെ കൂട്ടാളികളുടെയും മുഖത്ത് കണ്ടത്. പിന്നീട് വെട്ടിയെടുത്ത ചോരയിട്ടുന്ന കാലുമായി കല്ലൂർ ജംഗ്ഷനിലെത്തി. അവിടെയും അവർ ആഹ്ലാദ പ്രകടനം നടത്തി. പിന്നീട് ആ ചോര വാർന്നുകൊണ്ടിരിക്കുന്ന കാല് അവിടെ ഉപേക്ഷിച്ച് അക്രമി സംഘം കടന്നുകളഞ്ഞു. അക്രമം നടക്കുന്ന സമയത്ത് ബഹളം കേട്ടെത്തിയ നാട്ടുകാരിൽ ഒരാൾ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. പോലീസ് എത്തിയപ്പോഴാകട്ടെ ഗുണ്ടാസംഘം തങ്ങളുടെ കൃത്യം നിറവേറ്റി സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ ചോരക്കളമായ അവിടെ പോലീസ് എത്തുമ്പോഴേക്കും സുധീഷിൽ അല്പം ജീവൻ അവശേഷിച്ചിരുന്നു. അയാളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഓട്ടത്തിനിടെ ശേഷിക്കുന്ന ജീവനും ശ്വാസവും ഉപയോഗിച്ച് സുധീഷ് പോലീസുകാരോടത് പറഞ്ഞു. സാറേ, അവനും പിള്ളേരുമാണ് എന്നെ വെട്ടിയത്, ആ ഒട്ടകം രാജേഷ്. ബാക്കിയുള്ള പേരുകളും അവരുടെ വിവരങ്ങളും പറയാൻ ശ്രമിക്കുന്നതിനിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ സുധീഷിന്റെ ശബ്ദം എന്നേക്കുമായി ഇല്ലാതായി. സുധീഷിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ കൊലപാതകത്തിന് പിന്നിലെ പ്രതികളെ പിടികൂടുകയെന്ന ലക്ഷ്യത്തിലേക്ക് പോലീസ് തിരിഞ്ഞു. മരിക്കുന്നതിന് മുൻപ് സുധീഷ് പറഞ്ഞ ആ പേരിലേക്കായി അന്വേഷണ സംഘത്തിന്റെ ഫോക്കസ്. പക്ഷേ ആദ്യം പിടിയിലായത്
ആറാം പ്രതിയും ഓട്ടോ ഡ്രൈവറുമായ രഞ്ജിത്താണ്. ആക്രമണത്തിന് ശേഷം ഇയാൾ മറ്റു പ്രതികളെ പലയിടത്തായി ഓട്ടോയിൽ ഇറക്കി വിട്ടിരുന്നു. പിടിയിലായ രഞ്ജിത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും CCTV ദൃശ്യങ്ങളുടെയും സഹായത്തോടെ മറ്റുള്ളവരിലേക്ക് അന്വേഷണ സംഘം അതിവേഗമെത്തി. ഒന്നാം പ്രതി സുധീഷ് എന്ന് വിളിക്കപ്പെടുന്ന ഉണ്ണി, രഞ്ജിത്ത് എന്നിവരെ കൂടാതെ ശ്യാംകുമാർ, ഒട്ടകം രാജേഷ്, നിതീഷ്, നന്ദീഷ്, സൂരജ്, അരുൺ, ജിഷ്ണു, സച്ചിൻ, ശ്രീനാഥ് എന്നിങ്ങനെ 11 പേരാണ് കേസിലെ മറ്റു പ്രതികൾ. കൊല്ലപ്പെട്ട സുധീഷിന്റെ ഭാര്യ അശ്വതിയുടെ സഹോദരനാണ് രണ്ടാം പ്രതി ശ്യാംകുമാർ. മൂന്നാം പ്രതി ഒട്ടകം രാജേഷ് വധശ്രമം ഉൾപ്പെടെ 18ഓളം കേസുകളിൽ പ്രതിയും. സുധീഷ് കൊല്ലപ്പെട്ട് 88ാം ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 58 തൊണ്ടിമുതലുകൾ കോടതിയിൽ ഹാജരാക്കി. നെടുമങ്ങാട് മുൻ DYSP MK സുൽഫീഖറിന്റെയും പോത്തൻകോട് ഇൻസ്പെക്ടർ ശ്യാമിന്റെയും നേതൃത്വത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. റൂറൽ SP ആയിരുന്ന PK മധു പോത്തൻകോട് സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്താണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. പട്ടാപ്പകലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ശേഷം മുറിച്ചെടുത്ത കാലുമായി നഗരത്തിലെ റോഡിലൂടെ സന്തോഷ പ്രകടനവും. എത്ര കഠിനമായ കുറ്റം ചെയ്യുന്നവരും വളരെ വേഗം പിടിക്കപ്പെടുമെന്ന് തിരിച്ചറിവുള്ളവർ തന്നെയായിരുന്നു ഈ കേസിലെ പ്രതികളും. പിടിക്കപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ അവരുടെ ലക്ഷ്യം ഏതു വിധേനയും സുധീഷിനെ ഇല്ലാതാക്കുക എന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് അവർ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഒളിവിൽ പോകുന്നതിന് മുൻപ് പണവും വാഹനവും തയ്യാറാക്കി വെച്ചും ജാമ്യത്തിലിറങ്ങുന്നതിനുള്ള വഴികൾ ആലോചിച്ചുറപ്പിച്ചുമാണ് ഒട്ടകം രാജേഷും സുധീഷ് ഉണ്ണിയും അടങ്ങുന്ന സംഘം കൊലപാതകം നടത്തിയത്. കേസിന്റെ തുടക്കത്തിൽ പരിസരവാസികളും സുധീഷിന്റെ ബന്ധുക്കളും ഉൾപ്പെടെ 7 പേരുണ്ടായിരുന്നു സാക്ഷികളായി. എന്നാൽ ഗുണ്ടാസംഘം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ പേടിച്ച് അവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മൊഴിമാറ്റി. സുധീഷ് ഒളിവിൽ കഴിഞ്ഞ് വീടിന്റെ ഉടമസ്ഥനും ബന്ധുവുമായ സജീവ് മാത്രമാണ് തുടക്കം മുതൽ തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും പിന്മാറിയ സാഹചര്യത്തിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ നേരിട്ട് കേസ് നടത്തുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ഡോക്ടർ T ഗീനാകുമാരിയാണ് ഹാജരായത്. പ്രോസിക്യൂഷനും സാക്ഷികൾക്കും ഭീഷണി ഉണ്ടായിരുന്നതിനാൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പാടാക്കി. കൊല്ലപ്പെട്ട സുധീഷ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ കേസിന്റെ വിചാരണ നെടുമങ്ങാട് SC/ST കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഒന്നാം പ്രതിയായിരുന്ന ഉണ്ണിയായിരുന്നു സുധീഷിന്റെ കാൽ വെട്ടിയെടുത്ത് നഗരപ്രദക്ഷിണം നടത്തിയത്. മൂന്നാം പ്രതിയായ ഒട്ടകം രാജേഷ് ആകട്ടെ 18ഓളം കേസുകളിലെ പ്രതിയും. ഇവർ രണ്ടുപേർക്കും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അതേസമയം സാക്ഷികൾ കൂറുമാറിയിട്ടും പട്ടാപ്പകൽ നടത്തിയ ആ അരും കൊലയുടെ ഗൗരവം നീതിപീഠം കണക്കിലെടുത്തു. 2025 ഏപ്രിൽ 30 കേസിലെ 11 പ്രതികൾക്കും നെടുമങ്ങാട് കോടതി ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഗൂഢാലോചന, പട്ടികജാതി പട്ടികവർഗ ആക്ട് എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തിയതുമില്ല. എങ്കിൽ പോലും സാക്ഷികൾ കൂറുമാറിയൊരു കേസിൽ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയ പ്രതികൾക്ക് തുടർന്നും അങ്ങനെ ചിന്തിക്കുന്നവർക്കും ഒരു മറുപടി കൂടിയായിരുന്നു പോത്തൻകോട് സുധീഷ് വധക്കേസിലെ കോടതി വിധി. പട്ടാപ്പകൽ അതിക്രൂരമായൊരു കൊലപാതകവും കൊല്ലപ്പെട്ടയാളുടെ ശരീരഭാഗവുമായി നഗരപ്രദക്ഷിണവും നടത്തി കേരളത്തെ ഞെട്ടിച്ച ഈ കേസിലെ വിധി കൊണ്ട് മാത്രം തീരുന്നതല്ല തിരുവനന്തപുരത്തെ ഗുണ്ടകളുടെ ഗ്യാങ് വാർ. എങ്കിലും പ്രതികൾക്ക് കിട്ടിയ ജീവപര്യന്തത്തിൽ നമുക്ക് ആശ്വസിക്കാം. അടുത്ത കഥയുമായി വീണ്ടും കാണാം. നമസ്കാരം.